അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ ഡെലിവറി 3 ബൈക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ബൈക്ക് എടുത്തിട്ട് നമ്മൾ മെല്ലെ പോകണം. ഈ വണ്ടിക്ക് ബാക്ക് ക്യാമറ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ വണ്ടിക്കും ബാക്ക് ക്യാമറ ഉണ്ട് കേട്ടോ. നമുക്ക് ബാക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്തായാലും നേരെ നമുക്ക് ഡെലിവറി കൊടുക്കേണ്ട സ്ഥലത്തോട്ട് പോവാട്ടോ. ഗൈസ് നമ്മൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന റിച്ച് ആളുടെ വീട് ഗൈസ്. അവിടെയായിട്ടൊരു KTM 2 കാറൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. മുമ്പിലായിട്ടൊരു GTR ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു വീട്ടിൽ തന്നെയാണ് നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ GTR എടുത്തിട്ട് നൈസായിട്ട് മുങ്ങാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബൈക്ക് 3 എണ്ണം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ബൈക്കൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മളെന്തായാലും ഇറക്കിയൊന്നും വെക്കുന്നില്ല. നമുക്ക് എന്തായാലും നൈസായി പോയിട്ട് ഒരു കാറ് മെല്ലെ നൈസായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരും കേട്ടോ. ഇപ്പോൾ കേസ് ഇതൊരു വലിയ വീടാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും പൈസയും കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടുമോയെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അവർ ഡെലിവറി ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന പൈസ നമുക്ക് കിട്ടാണ്ട് കിട്ടും, നമ്മളെ സാലറി. അപ്പം അത് കിട്ടിയിട്ട് വേണം നമുക്ക് പുതിയ ഡ്രസ്സും ബാഗൊക്കെ വാങ്ങാൻ. അപ്പം എന്തായാലും നമ്മൾ കാർ എടുത്തിട്ട് മെല്ലെ നൈസായിട്ട് ഒരു സീക്രട്ട് സ്പോട്ടിലും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുപോയി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും മെല്ലെ പോകുമ്പോൾ ഇവിടെയായിട്ടൊരു KTM ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും ആ മൂപ്പർക്ക് അറിയില്ല ഏതൊക്കെ വണ്ടികളാണെന്ന്. ഒരു ഗിഫ്റ്റ് അയച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഒരു KTM ഇവിടുത്തെ ഉണ്ട്. അപ്പോൾ ഒരു KTM അവിടെ വെച്ചിട്ട് നമുക്ക് അവിടെ നിഞ്ച വെച്ചിട്ട് വേറെ എടുത്തിട്ട് പോവാം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു GTR നൈസായി ഒരു സീക്രട്ട് സ്പോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഷിബു അണ്ണനെ വിളിച്ച് നമ്മളൊരു ട്രക്ക് ഒന്നും കൂടി കൊണ്ടുതരാൻ പറയണം. എന്താണെന്നറിയോ, നമ്മളെ ആ ട്രക്ക് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ സംശയം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇവിടെയിട്ട് വെച്ചേക്കാം. ഓക്കെ, ഷിബു അണ്ണനോട് ഒരു ട്രക്ക് കൂടെ കൊണ്ടുതരാൻ പറയണം. അപ്പം നമുക്ക് എന്തായാലും ഷിബു അണ്ണനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്തായാലും നമുക്കിത് നേരെ പോവാം. എന്നിട്ട് നമുക്ക് ആ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ഏട്ടൻ്റെ വീട്ടിലായിട്ട് ഇറക്കിയും കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം എന്തായാലും ഏട്ടനെ ഞാൻ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബൈക്ക് ഏതെല്ലാം ബൈക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം പുള്ളിക്കാരനത് അറിയില്ല. അപ്പം നമുക്ക് എന്തായാലും നൈസായിട്ട് വേഗം അതെടുത്തിട്ട് മുങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിബു അണ്ണനെ വിളിച്ച് ഷിബു അണ്ണൻ പറഞ്ഞിട്ടുണ്ട് 5 മിനിറ്റിൻ്റെ ഒരു ട്രക്ക് ഞാൻ നിനക്ക് അയച്ചിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ GTR അവിടെ ആ കാറിൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ട, ആ നിഞ്ച H2R നമ്മൾ എടുത്തിട്ട് ഉള്ള. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ആ ഒരു ബൈക്ക് ഈ 3ഉം അവിടെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും പുള്ളിക്കാരനെ അറിയില്ല. അവരെ കാറ് പോയിട്ട് നമുക്ക് അറിയില്ല. നമ്മൾ വേഗം ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിത് നേരെ നമ്മളുടെ വീട്ടിലോട്ട് പോകണം. ഓക്കെ, അപ്പം നമ്മളുടെ വീട് കുറച്ച് ദൂരെയാണ് ഇവിടുന്ന്. നോക്കി, അപ്പം എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ഒപ്പത്തിൽ ആ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം കേട്ടോ. നമ്മുടെ വീട് ഇവിടെ അടുത്തൊക്കെയാണ് ഗൈസ്. അടുത്തൊരു റിച്ചായിട്ടുള്ള ആളെ വീട് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കുന്നെങ്കിൽ ആ കണ്ട വീട്ടിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നതൊക്കെ. എന്തായാലും നമ്മൾ പുതിയ ആക്സിഡൻറ്റ്. ഓക്കെ, സീനൊന്നുമില്ല. ഏട്ടാ സോറി ഏട്ടാ, ഓടോ നീ പോടു. ഓക്കെ ഏട്ടാ നമ്മളെ ബൈക്ക് നമ്മൾ കിടത്തിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും അതുകൊണ്ട് നമ്മുടെ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് കാണുന്ന ചുവപ്പ് വീടാണ് എൻ്റെ വീടും കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും നമുക്ക് വണ്ടി അവിടെ പാർക്കും ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ആ നിഞ്ച H2R മാത്രമാണ് ഇറക്കി വെക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കാർ ഇവിടെ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേതെങ്കിലും പട്ടിപൂച്ച എങ്ങാനും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവുമെന്ന്. അല്ലാണ്ട് നമ്മളെടുത്ത് കൊണ്ടുപോയെന്ന് സംശയിച്ച് കഴിഞ്ഞാൽ നമ്മളെ പണി തീർക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ പാർക്ക് ചെയ്ത് മെല്ലെ പോയിട്ട് നമ്മളെ നിഞ്ച H2R എടുത്തിട്ട് നമുക്ക് അവരുടെ വീടിൻ്റെ സൈഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ നമ്മളെ നിഞ്ച H2R എടുത്തിട്ട് നമുക്ക് ആ ഒരു സ്ഥലത്തായിട്ട് വെക്കാട്ടോ നമ്മളെ വീട്. അപ്പോൾ കേസ് ഈ ഒരു കാറ് എന്തായാലും പൊള്ളി കാറൊക്കെ തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കാറൊക്കെ. നിഞ്ച H2R നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോസ് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും നമുക്കിത് കണ്ട പുതിയൊരു നിഞ്ച H2Rഉം കാറും നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് മെല്ലെ ഇറക്കിയ ഒരു വീടിൻ്റെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തും കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ഒരു സൈഡിലായിട്ടും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് മെല്ലെ ഇറക്കി വെച്ചിടുക. ഓക്കെ ഗീസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.